ഇന്ത്യൻ തപാൽ വകുപ്പ്, IIT ഹൈദരാബാദ്, ISROയുടെ നാഷണൽ റിമോട്ട് സെൻസിംഗ് സെന്റർ എന്നിവയുമായി സഹകരിച്ച് വികസിപ്പിച്ചെടുത്ത ഒരു അത്യാധുനിക ഡിജിറ്റൽ അഡ്രസ്സിംഗ് സംവിധാനമാണ് ഡിജിപിൻ അഥവാ ഡിജിറ്റൽ പോസ്റ്റൽ ഇൻഡെക്സ് നമ്പർ. 2025 മെയ് 27-നാണ് ഡിജിപിൻ സംബന്ധിച്ച് ഔദ്യോഗിക അറിയിപ്പ് പുറത്തിറക്കിയത്. രാജ്യത്തെമ്പാടുമുള്ള വിലാസങ്ങളെ കൃത്യമായി നിർവചിക്കാനും കണ്ടെത്താനും സഹായിക്കുന്ന തുറന്നതും പരസ്പരം ഉപയോഗിക്കാവുന്നതുമായ ജിയോ കോഡഡ് ഗ്രിഡ് അധിഷ്ഠിത ഡിജിറ്റൽ സംവിധാനമാണിത്. എന്താണ് ഡിജിപിൻ? ഡിജിപിൻ എന്നത് 10 അക്കങ്ങളുള്ള ഒരു അക്ഷരസംഖ്യാ കോഡാണ്. ഇത് ഒരു കെട്ടിടത്തിന്റെയോ സ്ഥലത്തിന്റെയോ കൃത്യമായ സ്ഥാനം സൂചിപ്പിക്കുന്നു. നിലവിലുള്ള പിൻകോഡുകൾ ഒരു വലിയ പ്രദേശത്തെയാണ് പ്രതിനിധീകരിക്കുന്നതെങ്കിൽ ഡിജിപിൻ ഏകദേശം 4x4 മീറ്റർ വലിപ്പമുള്ള ഒരു ചെറിയ പ്രദേശത്തെയാണ് കൃത്യമായി അടയാളപ്പെടുത്തുന്നത്. അതായത് ഒരു കെട്ടിടത്തിന്റെയോ സ്ഥാപനത്തിന്റെയോ കൃത്യമായ ജിയോ ലൊക്കേഷൻ ഇത് ഉറപ്പാക്കുന്നുണ്ട്. ഇന്ത്യയുടെ ഭൂമിശാസ്ത്രപരമായ അതിരുകളെ 4x4 മീറ്റർ വിസ്തീർണമുള്ള ചെറിയ ഗ്രിഡുകളാക്കി വിഭജിച്ച് ഓരോ ഗ്രിഡിനും അതിന്റെ അക്ഷാംശ രേഖാംശ സ്ഥാനങ്ങൾ അടിസ്ഥാനമാക്കി ഒരു പ്രത്യേക 10 അക്ക കോഡ് നൽകിയാണ് ഡിജിപിൻ പ്രവർത്തിക്കുന്നത്. ഇത് ഒരു സ്ഥലത്തിന്റെ കൃത്യമായ ഡിജിറ്റൽ മേൽവിലാസമായി മാറുന്നുണ്ട്. ഉപയോക്താക്കൾ, സർക്കാർ സ്ഥാപനങ്ങൾ, സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾ എന്നിവയ്ക്ക് സേവനങ്ങൾ കൂടുതൽ കാര്യക്ഷമമാക്കാൻ ഇത് സഹായകരമാകും. പ്രത്യേകിച്ചും ഇ-കൊമേഴ്സ്, ലോജിസ്റ്റിക്സ്, അടിയന്തര സേവനങ്ങൾ എന്നിവയ്ക്ക് കൃത്യമായ മേൽവിലാസം നിർണ്ണയിക്കാൻ ഡിജിപിൻ വളരെ പ്രയോജനകരമാണ്. നിങ്ങളുടെ ഡിജിപിൻ എങ്ങനെ കണ്ടെത്താം? നിങ്ങളുടെ ഡിജിപിൻ കണ്ടെത്തുന്നതിനായി തപാൽ വകുപ്പ് dac.indiapost.gov.in/mydigipin/home എന്ന വെബ്സൈറ്റ് തയ്യാറാക്കിയിട്ടുണ്ട്. ഈ വെബ്സൈറ്റിൽ പ്രവേശിച്ച് നിങ്ങളുടെ നിലവിലെ സ്ഥാനം കണ്ടെത്തിയാൽ ആ സ്ഥലത്തിന്റെ 10 അക്ക ഡിജിപിൻ ലഭിക്കും. ലൊക്കേഷൻ കൃത്യമായി നിർണ്ണയിക്കുന്നതിന് ഗ്ലോബൽ നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റം സൗകര്യമുള്ള ഒരു ഉപകരണം ഉപഭോക്താക്കൾക്ക് ആവശ്യമാണ്. ഇതിനോടനുബന്ധിച്ച് തപാൽ വകുപ്പ് ഒരു മൊബൈൽ ആപ്ലിക്കേഷനും വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ അക്ഷാംശ രേഖാംശ വിവരങ്ങൾ നൽകിയും ഡിജിപിൻ കണ്ടെത്താൻ സാധിക്കും. പിൻകോഡും ഡിജിപിന്നും തമ്മിലുള്ള വ്യത്യാസം എന്ത്? പിൻകോഡ് ഒരു വലിയ പ്രദേശത്തെ, ഉദാഹരണത്തിന് ഒരു നഗരത്തിലെ ഒരു പ്രദേശത്തെയോ ഒരു വലിയ ഗ്രാമത്തെയോ ആണ് സൂചിപ്പിക്കുന്നത്. എന്നാൽ ഡിജിപിൻ എന്നത് 4 മീറ്റർ ചുറ്റളവിലുള്ള കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കി തരും. ഇത് ഒരു വീടിന്റെയോ സ്ഥാപനത്തിന്റെയോ കൃത്യമായ ജിയോ ലൊക്കേഷൻ സ്ഥാനം ഉറപ്പാക്കുന്നുണ്ട്. ഈ സംവിധാനം സേവനദാതാക്കൾക്ക് അവസാന മൈൽ ഡെലിവറി കൂടുതൽ എളുപ്പമാക്കുന്നു. പരമ്പരാഗത മേൽവിലാസങ്ങളുടെ ഭാവി എന്താകും? ഡിജിപിൻ നിലവിലുള്ള പരമ്പരാഗത മേൽവിലാസ സംവിധാനങ്ങളെ ഇല്ലാതാക്കില്ലെന്ന് തപാൽ വകുപ്പ് വ്യക്തമാക്കിയിട്ടുണ്ട്. പകരം ഒരു സ്ഥലത്തിന്റെ നിലവിലുള്ള മേൽവിലാസത്തോടൊപ്പം ഡിജിപിൻ ഒരു അധിക വിവരമായി ഉപയോഗിക്കാനാകും. ഇത് ഒരു വസ്തുവിന്റെയോ വീടിന്റെയോ സ്ഥാപനത്തിന്റെയോ കൃത്യമായ ഡിജിറ്റൽ സ്ഥാനം നിർണ്ണയിക്കാൻ സഹായിക്കും. പരമ്പരാഗത മേൽവിലാസങ്ങളില്ലാത്ത ഗ്രാമപ്രദേശങ്ങളിലും പുതിയ കോളനികളിലും അല്ലെങ്കിൽ വിലാസങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങളിലും ഡിജിപിൻ ഒരു സ്ഥിരമായ ഡിജിറ്റൽ മേൽവിലാസമായി പ്രവർത്തിക്കും. വ്യക്തിഗത വിവരങ്ങളും ഡിജിപിന്നും. ഡിജിപിൻ സൃഷ്ടിക്കുന്നതിന് ആവശ്യമുള്ള സ്ഥലത്തിന്റെ അക്ഷാംശ രേഖാംശ വിവരങ്ങൾ മാത്രമാണ് ആവശ്യം. ഒരു വ്യക്തിയുടെ വിവരങ്ങളൊന്നും ഈ കോഡുമായി ബന്ധപ്പെട്ടതല്ല. ഈ കോഡ് ഒരു സ്ഥലത്തെ മാത്രമാണ് പ്രതിനിധീകരിക്കുന്നത്. അതിനാൽ ഇത് ഉപയോക്താക്കളുടെ സ്വകാര്യതയെ ഒരു തരത്തിലും ബാധിക്കുന്നില്ല. ചുരുക്കത്തിൽ, ഇന്ത്യയുടെ തപാൽ സംവിധാനത്തിൽ ഒരു സുപ്രധാന മാറ്റമാണ് ഡിജിപിൻ. കൃത്യവും കാര്യക്ഷമവുമായ ഡെലിവറി സേവനങ്ങൾ ഉറപ്പാക്കാനും അടിയന്തര സേവനങ്ങൾ മെച്ചപ്പെടുത്താനും ഭൂപടങ്ങൾ കൂടുതൽ കൃത്യമാക്കാനും ഇത് സഹായിക്കും. നാഷണൽ ജിയോ സ്പെഷ്യൽ പോളിസി 2022-ന്റെ കീഴിൽ അഡ്രസ്സിംഗ് സംബന്ധിച്ച വർക്കിംഗ് ഗ്രൂപ്പ് ഇത് ഔദ്യോഗികമായി അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട്.